സ്വിഗ്ഗിൻ്റെ വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ സ്വിഗ്ഗി ആകുമ്പോൾ നമ്മൾ ഓൺലൈൻ ആക്കാൻ പോകാം കേട്ടോ. സംഭവം ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ 25 രൂപ എക്സ്ട്രാ പെർ ഓർഡറിന് വരുന്നുണ്ട്. അപ്പോൾ റെയിൻ ചാർജ് ആണേ. ഇതൊക്കെ നല്ല അടിപൊളി മഴയാട്ടോ. അപ്പോൾ മഴയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വർക്കിന് ഇറങ്ങുന്നത് കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. 87 രൂപേൻ്റെ ഓർഡറാണ്. അപ്പം KFC നാട്ടോ അടിച്ച്. അപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ഓർഡർ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് KFCയിലേക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടോ കേട്ടോ. ഇവിടുന്ന് 1.7 കിലോമീറ്റർ കേട്ടോ KFCയിലേക്ക് വരുന്നത്. KFCയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ റീച്ച് പിക്കഡ് ലൊക്കേഷൻ കൊടുക്കാം കേട്ടോ. കൺഫേം കൊടുക്കുക. അപ്പോൾ ഫുഡ് അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 6305 പറഞ്ഞ നമ്പർ പറഞ്ഞു കൊടുത്താലേ നമ്മളെ ഓർഡർ കിട്ടും കേട്ടോ. നമ്മളെ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധനപ്പം എന്തോ പാക്കറ്റിലുള്ള എന്തൊക്കെ ഉണ്ട്. പോകാനുള്ള കിലോമീറ്റർ പറഞ്ഞാൽ ഏകദേശം 4.8 കിലോമീറ്റർ ആട്ടോ പോകുള്ളത്. കസ്റ്റമർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഇത് ഓടിയത് കിട്ടിയത് 90 രൂപ കേട്ടോ. അപ്പോൾ കസ്റ്റമർ ടിപ്പും 30 രൂപ കിട്ടിയിട്ടുണ്ട്. പിന്നെ റെയിൻ ചാർജ് 25 രൂപ കേട്ടോ. അടുത്ത ഓർഡറിന് നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഓർഡറിന് 90 രൂപ കേട്ടോ കിട്ടി. ഫസ്റ്റ് ഓർഡറിന് കസ്റ്റമർ ടിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത ഓർഡർ കിട്ടിയിട്ടുണ്ട് 79+13 കാണിക്കുന്നത്. അപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ടോപ്പും റെസ്റ്റോറൻറ്റ് കേട്ടോ ഓർഡർ അടിച്ച്. അപ്പോൾ അവിടേക്ക് ഏകദേശം എത്ര കിലോമീറ്റർ നോക്കാം. ഈ വരുന്നത് 1.2 കിലോമീറ്റർ ആട്ടോ. ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാട്ടോ ഹോട്ടലിൽ വരുന്നത്. അപ്പോൾ നമ്മൾ റീച്ച് കൊടുക്കാം. നമ്മളെ സാധനം റെഡി ആയിട്ടൊന്നും കേട്ടോ. അപ്പോൾ റെഡി ആവുന്നവരെ കാത്തിക്കണം. അപ്പോൾ നമ്മളെ ID ഇതാട്ടോ 4234 കേട്ടോ. അത് പറഞ്ഞ തരാൻ നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ടോ. ഓർഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫുഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിക്കപ്പ് കംപ്ലീറ്റ് കൊടുക്കാം. അപ്പോൾ കസ്റ്റമറെ ലൊക്കേഷനിലേക്ക് മാപ്പ് ഇട്ടിട്ട് പോകട്ടോ. ഇവിടുന്ന് 8.6 കിലോമീറ്റർ കാണിക്കുന്നത്. കസ്റ്റമർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 826 രൂപ കസ്റ്റമറോട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 850 ഇട്ടത്. 24 രൂപ ടിപ്പ് തന്നിട്ടുണ്ടോ. അപ്പോൾ ഗൂഗിൾ പേ വഴിയാണ് അയച്ചു തന്നെ. അപ്പം കളക്റ്റ് ക്യാഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എമൗണ്ട് ഇവിടെ അടിക്കണം. 826. അപ്പോൾ ക്യാഷ് കളക്ട് ചെയ്തിട്ടേ. ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുക. ടോട്ടൽ കിട്ടിയത് പറഞ്ഞാൽ 80 പിന്നെ അതേപോലെ തന്നെ കസ്റ്റമർ 24 തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 104 രൂപ ഈ ഓട്ടത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. KFC എന്നാണ് ഓർഡർ അടിച്ചത്. അപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുന്നമംഗലം പാലക്കൽ മാളിലുള്ള KFC ആട്ടത്. നമ്മൾ റേറ്റ് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കുക. കൺഫേം കൊടുക്കുക. നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓർഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിക്കപ്പ് കംപ്ലീറ്റ് കൊടുക്കുക കേട്ടോ. കൺഫേം കൊടുക്കുക. നമ്മൾ ഓർഡർ ചെയ്താട്ടോ. അപ്പോൾ നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ കസ്റ്റമർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുക. കൺഫേം കൊടുക്കുക കേട്ടോ. അപ്പോൾ 45 രൂപേൻ്റെ ഓർഡർ ആട്ടോ കിട്ടിയേ.
ടോട്ടൽ 4 ഓർഡർ ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. 35 രൂപേൻ്റെ ഓർഡറാണ്. KFC നിന്നാണ് ഓർഡർ കേട്ടോ. KFC നിന്ന് ഓർഡർ അടിച്ച് നമ്മളെ വീടിൻ്റെ അടുത്തേക്ക് കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്, പിന്നെ ഡ്യൂട്ടിക്ക് ഇറങ്ങാനൊരു ചടപ്പ്, അതുകൊണ്ട് ഓർഡർ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്, ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ 5 ഓർഡർ ആയിട്ട് എടുത്ത് 5 ഓർഡറിൽ 284 രൂപയാണ് ഏൺ ചെയ്യാൻ കഴിഞ്ഞ്. അതിൽ 24 രൂപ കയ്യിൽ ടിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടിപ്പടക്കം ഏകദേശം ഒരു 308 രൂപേൻ്റെ ഓട്ടോ ഓടി. അത് 2.5 മണിക്കൂർ കൊണ്ടാട്ടോ ഓടി ഉണ്ടാക്കി. സർജ് ടിപ്പ് കാര്യങ്ങളൊക്കെ അടക്കാട്ടോ ഈ 284 രൂപ കിട്ടി. അപ്പോൾ എന്താ പറയുക, 2 ഓർഡറും കൂടി എടുത്താൽ ഈ 55 രൂപ കിട്ടും കേട്ടോ. പക്ഷേ രാത്രി 11:30 വരെ നിൽക്കാൻ വേണം. ഇത് എന്താ പറയുക, ടാസ്ക് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ 4.5 മണിക്കൂർ ലോഗിൻ ചെയ്യാൻ പോകണം. 6:30 PM ടു 11:30 PM വരെ നിൽക്കണം കേട്ടോ നമ്മൾ.